ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ള ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ ഈ സ്റ്റുഡിയോയെ എല്ലാം യേശുവിന്റെ രക്തത്തിലേക്ക് ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിലും ജീവിതത്തിലുമുള്ള സകല പൈശാചിക ബാധകളും കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. തിരുവചനം ശ്രദ്ധിപ്പാൻ ഞങ്ങൾ കൃപയേകണമേ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ചെറിയ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം അപ്പാടം മാറുവാൻ നിന്റെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ പ്രവേശിച്ച് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്ഥാനം പിടിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. യേശുവേ എൻ ദൈവമേ, എന്നാശ്രയം നീ മാത്രമേ. യേശുവേ എൻ ദൈവമേ, എന്നാശ്രയം നീ മാത്രമേ. ഈ ലോകസാഗരത്തിൽ എൻ സങ്കേതം നീ മാത്രം. ഈ ലോകസാഗരത്തിൽ എൻ സങ്കേതം നീ മാത്രം. യേശുവേ എൻ ദൈവമേ, എന്നാശ്രയം നീ മാത്രമേ. സംഖ്യാപുസ്തകം 7-ാം അധ്യായം 24-ാം വാക്യം. 3-ാം ദിവസം സെബൂലിന്റെ മക്കളുടെ പ്രഭുവായ ഹേലാന്റെ മകൻ ഏലിയാബ് വഴിപാട് കഴിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം നമുക്ക് തരുന്നത് നമ്മുടെ ജീവിതത്തിന് പ്രത്യേകമായ ഒരു സന്ദേശം പകരാനാണ്. മോശയോട് ദൈവം അരുളി ചെയ്ത പ്രകാരം പ്രഭുക്കന്മാർ ഓരോരുത്തരും പ്രതിനിധിയായി നിന്ന് വഴിപാട് കഴിക്കുന്നു ഓരോ ദിവസവും. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലുള്ള വഴിപാട് പഴയ നിയമത്തിൽ ഒരു നേർച്ചയും വഴിപാടും അങ്ങനെ നിലകൊള്ളുമ്പോൾ, ഇന്ന് നേർച്ച വഴിപാട് എന്ന് പറയുന്നത് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. വിശുദ്ധിക്കായി നമ്മെ സമർപ്പിക്കുന്നതാണ്. പാപം ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കുന്നതാണ്. അശുദ്ധിയുടെ വഴിയിൽ യാത്ര ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കുന്നതാണ്. അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പറയുകയും അതിൽ ജീവിക്കാനുള്ള ബലം പ്രാപിക്കുകയും ചെയ്യുന്ന സമർപ്പണമാണ് പുതിയ നിയമത്തിന്റെ വഴിപാട്. യേശുക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുന്നു. ക്രിസ്തു വസിക്കുന്ന ജീവിതമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ സമർപ്പണത്തിന്റെ അനുഗ്രഹീത ഘട്ടങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. നമുക്ക് കർത്താവിന്റെ ശരീരത്തോട് ചേരുന്ന, സഭയാകുന്ന ശരീരത്തോട് ചേരുന്ന ഒരു വലിയ കൂട്ടത്തിന്റെ പിൻബലമുണ്ട്. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സഭാതലത്തിൽ ഒരുമിച്ചുള്ള സമർപ്പണം, സഭയോടൊപ്പമുള്ള സമർപ്പണം, അത് മാത്രമാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങളുടെ കുടുംബമായി സമർപ്പിക്കുക. ഒരു കുടുംബ പ്രാർത്ഥന, കുടുംബമായി ഞാനും എന്റെ കുടുംബവുമായി ദൈവത്തെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞ പോലെ കുടുംബമായി പ്രാർത്ഥിക്കുക. അവിടെയും തീരുന്നില്ല. ആ സമർപ്പണം വീണ്ടും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരണം. തനിച്ചിരുന്ന് കർത്താവേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. 3 ഘട്ടങ്ങളുടെ സമർപ്പണ രീതികൾ ഇവിടെ പറഞ്ഞു. നോക്കുക, അവിടെയും അവിശേഷിക്കുന്നില്ല. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ജോലി, നിങ്ങൾക്കുള്ളതിലെല്ലാം സെപ്പറേറ്റ് പ്രാർത്ഥനാ നിമിഷങ്ങൾ, സമർപ്പണത്തിന്റെ നിമിഷങ്ങൾ ഒരുക്കുക. ദൈവബന്ധത്തിൽ ശക്തിയോടെ ജീവിതം ക്രമീകരിക്കാൻ നമ്മെ ഇത് സഹായിക്കും. സമർപ്പണം, എന്നെ തന്നെ ഏൽപ്പിക്കുന്ന വഴിപാട് ദൈവം പ്രസാദിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാം. ഈ ശുശ്രൂഷ, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രതീക്ഷയുടെയും ഒരു പ്രത്യാശയുടെയും പുത്തൻ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നു. നമുക്ക് സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച്, വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിച്ച്, കർത്താവിന് സൗരഭ്യവാസനയായി
ഒരനുഗ്രഹമായി മാറാൻ ഇവരുടെ ജീവിതം ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ദൈവബന്ധത്തിൽ വളരാനും ജീവിക്കാനും ഇപ്പോൾ വലിയ ആഗ്രഹം ജനിക്കട്ടെ. ഇവരുടെ മേലുള്ള ദുഷ്ടതകൾ, ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. ഇവർ ദൈവസന്നിധിയിൽ തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നത് വഴിയായി ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, പൈശാചിക ബാധകൾ ഇതെല്ലാം കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ വിട്ടുപോകട്ടെ, അഴിഞ്ഞു മാറട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. 2 ശുശ്രൂഷകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എല്ലാ ദിവസവും പകൽ നേരം 2 മണിക്ക് 7 മിനിറ്റോളം അടുത്തു വരുന്ന ഒരു പ്രാർത്ഥനായോഗം നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന ഒരു മണിക്കൂറോളമുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ 24 മണിക്കൂറിൽ 23 മണിക്കൂർ നമുക്ക് ലാഭമാക്കി തരുന്ന ദൈവബന്ധത്തിൽ നമുക്ക് സമ്മേളിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും നിങ്ങളോട് കൂടെ എല്ലാ മേഖലയിലും ഉണ്ടാകട്ടെ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.